Gender Related Development Index, GDI. GDI was introduced in Human Development Report 1995. 1995 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലാണ് GDI എന്ന് പറയുന്ന ഇൻഡെക്സ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. It measures achievements in the same dimensions and variables as the HDI does, but takes into account of inequality between women and men. ഈ ഒരു ഇൻഡെക്സിന്റെ പ്രത്യേകത, ഇത് HDI ചെയ്യുമ്പോൾ തന്നെ അത് പരിഗണിച്ച 3 വേരിയബിൾസിനെയാണ് എടുക്കുന്നത്. അതേ രീതിയിലാണ് GDIയും പരിഗണിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ ഒരു പ്രത്യേകത, വുമൻ മെൻ തമ്മിലുള്ള, ആണും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വം കൂടി ഈ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. GDI adjusts the average achievement to reflect the inequalities between men and women in the following dimensions. ഇവിടെ സ്ത്രീ പുരുഷ അസമത്വം, 3 തലങ്ങളിലുള്ള അസമത്വമാണ് GDI മെഷർ ചെയ്യുക. ഒന്നാമത്തത്, a long and healthy life as measured by life expectancy at birth. ഇവിടെയും നമ്മൾ ആയുർ ദൈർഘ്യം തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്താണ്, ബർത്തിലുള്ള, അറ്റ് ബർത്ത്, ജനിച്ചതിന് ശേഷമുള്ള അല്ലെങ്കിൽ ജന്മം മുതൽ ഉള്ള എന്താണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയാണ് പരിഗണിക്കുക. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈഫ് എക്സ്പെക്ടൻസി പ്രത്യേകം പരിഗണിക്കുന്നു. സെക്കൻഡ് വൺ നോളജ് ആണ്, അറിവാണ് അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയാം. ആസ് മെഷേർഡ് ബൈ ദി അഡൽട്ട് ലിറ്ററസി റേറ്റ് and the combined primary, secondary and tertiary gross enrollment ratio. അതായത് പ്രൈമറി സ്കൂളും സെക്കൻഡറി സ്കൂളും അതിനുശേഷമുള്ള സ്കൂളുകളിലെ എന്താണ് കുട്ടികളുടെ എൻറോൾമെന്റ്, പ്രവേശന റേഷ്യോ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആസ് മെഷേർഡ് ബൈ എസ്റ്റിമേറ്റഡ് ഏൺഡ് ഇൻകം. അത് നമുക്ക് പറയാം ഇൻകം എന്ന് പറയാം, വരുമാനമാണ്, മാന്യമായ ജീവിതം നയിക്കാനുള്ള ഒരു വരുമാനം. ഈ 3 വേരിയബിൾസിനെ പരിഗണിച്ചുകൊണ്ട് ഇതിലുള്ള സ്ത്രീ പുരുഷ അസമത്വമാണ് GDI മെഷർ ചെയ്യുക. അപ്പോൾ HDI നൽകുന്നതിനേക്കാൾ ഉപരിയായി സ്ത്രീ പുരുഷ അസമത്വം കൂടി ഈ ഒരു ഇൻഡെക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.